ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. സിദ്ധുവിനോട് ചന്ദ്രിക പറയാണ്, ഇവർ പാവാണ് സാർ, ഇവരും എന്നെപ്പോലെ ഗ്രാമത്തിൽ നിന്ന് വന്നവരാ. സാറിൻ്റെ കുടുംബത്തോട് ആത്മാർത്ഥത എന്തായാലും കാണിക്കും. സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, ഇതേ നോക്ക്, മേഡത്തിൻ്റെ സപ്പോർട്ട് വന്നല്ലോ, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുന്നു, വന്നോളൂ. ശരി, പോയിക്കോളൂ. വീട്ടിൽ ജാനകി വയറിൻ്റെ കൂട്ടമടയാണ്. അപ്പോൾ അവിടെ സിദ്ധുവും അവരും പോയിട്ട് പറയാണ്, അമ്മ വീട്ടുജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞില്ലേ, ഇതാ അമ്മേ, ഇവരുടെ പേര് കാർത്തിക. അപ്പോൾ കാർത്തിക നമസ്കാരം എന്ന് പറയാണ്. അപ്പോൾ സിദ്ധു, അമ്മേ നല്ല പോലെ പാചകം ചെയ്യും, എല്ലാ വീട്ടുജോലികളും ചെയ്യുമെന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് റെക്കമെൻഡ് ചെയ്തത്. അതാരാ സിദ്ധു? ജാനകി ചോദിക്കുകയാണ്. അത് പിന്നെ ഓഫീസിലുള്ള ഒരാളാ. അങ്ങനെയാണോ? ഓ, നീ തന്നെ പറഞ്ഞല്ലോ, എന്നാൽ അത് മതി. ജാനകി മേഡം ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവ് എന്താ ചെയ്യുന്നത്? പൂക്കച്ചവടം നടത്തുന്നു മേഡം. നിനക്ക് കുട്ടികളുണ്ടോ? 3 പെൺകുട്ടികളുണ്ട് മേഡം. ലീവ് എടുക്കാത്ത എല്ലാ ദിവസവും ജോലിക്ക് വരണം. വീടൊക്കെ നീ നിന്റെ വീട് പോലെ ശരിക്കും ശുദ്ധി ആക്കി പരിപാലിക്കണം. നീ നിന്റെ സ്വന്തം വീട് പോലെ നോക്കണം. വീട്ടിൽ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാചകം ചെയ്യണം. ശരി മേഡം. മേഡം എന്താണോ പറയുന്നത് ഞാൻ അതുപോലെ ചെയ്തോളാം. ജാനകി പറയാണ്, ശരി, നാളെ തൊട്ട് ജോലിക്ക് വന്നോ? ശരി മേഡം. ഇറങ്ങട്ടെ സാർ. പോട്ടെ മേഡം. ശരി, പോയിട്ട് വാ. അങ്ങനെ പിറ്റത്തെ ദിവസം തന്നെ രാവിലെ തന്നെ കാർത്തിക ജോലി തുടങ്ങി. അതായത് മുറിയൊക്കെ അടിച്ചു വാരി തുടച്ചതിന് ശേഷം മുറ്റമൊക്കെ വെള്ളമൊഴിച്ച് കഴുകിയതിന് ശേഷം കോലം വരക്കുകയാണ്. ആ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കാർത്തിക കാപ്പിയുമായിട്ട് വരികയാണ്. സാർ, കോഫി എടുത്തോളൂ എന്ന് പറയുകയാണ് സിദ്ധുവിനോട്. അതേപോലെ തന്നെ ജാനകി മേഡത്തിനും വാസുവിനും ഒക്കെ കോഫി കൊണ്ട് കൊടുക്കുകയാണ്. വാസു ചോദിക്കുകയാണ്, അല്ല, കോഫിയാണോ? നല്ല സ്ട്രോങ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. കാർത്തിയാനി ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. അതേസമയം ജാനകി പറയാണ്, കാർത്തിയാനി നല്ല ടേസ്റ്റായിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അതേ ജാനകി, വാസുവും പറയാണ്. ഇതിൽ സിദ്ധുവിനും സന്തോഷം തോന്നി. പിന്നെ കാർത്തിയാനി ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അവിടെ വന്ന് സിദ്ധുവും വാസുവും ജാനകിയും കഴിക്കുകയാണ്. അപ്പോൾ ജാനകി കഴിക്കുന്നതിനിടയിൽ പറയാണ്, ഫുഡൊക്കെ കൊള്ളാലോ ചേട്ടാ, കാർത്തിയാനി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, നന്നായിട്ട് വീട്ടുജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രിക ഒരാളെ അയക്കുകയാണെങ്കിൽ അത് വെറുതെ ആവുമോ? ചിരിച്ചുകൊണ്ട് സിദ്ധുവും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അതേസമയം ചന്ദ്രിക അവരുടെ വീട്ടിൽ വെള്ളമൊക്കെ തളിച്ച് അവിടേക്ക് സിദ്ധു വരികയാണ്. ചന്ദ്രികയെ വരണം സാർ. ചന്ദ്രികയെ, കാർത്തിയാനിയെ അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ട്, നല്ല പോലെ ജോലിയും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അമ്മയെ നോക്കുന്നുമുണ്ട്. ചന്ദ്രിക പറയാണ്, ജാനകി അമ്മായിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. താങ്ക്സ് ചന്ദ്രികയെ. താങ്ക്സ് ഒക്കെ എന്തിനാ സാർ? നിങ്ങളെ ജോലി കൊടുത്ത ഒരു കുടുംബത്തിന് ജീവിതം നൽകി, അതിന് ഞാനല്ല നിങ്ങളോട് നന്ദി പറയേണ്ടത്. ശരി ശരി, നീ ജോലി ചെയ്, ഞാൻ പോയിട്ട് വരാം. പിന്നെ കാണിക്കുന്നത് ജാനകി അളമാരി തുറന്ന് അതിനകത്തുള്ള ഡ്രസ്സൊക്കെ വാരി വലിച്ചിടുകയാണ്, സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട്. അപ്പോഴാണ് അവിടെ ആരതി വന്നത്. ആരതി വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, അളമാരിൽ എന്താ തേടുന്നേ? എന്തിനാ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വലിച്ചു വാരിയിരിക്കുന്നത്? അളമാരിയിലെ ലോക്കറിൽ വെച്ചിരുന്ന താമരപ്പൂവിൻ്റെ ലോക്കറ്റ്, അതായത് ഇരട്ടച്ചുറ്റുള്ള മാല കാണുന്നില്ല. അത് നീങ്ങാനെടുത്തോ? അത് കാണുന്നില്ല. ഞാനെന്തിനാ അമ്മ എടുക്കുന്നത്? അത് പണ്ട് കാലത്തെ മാലയല്ലേ, അതൊന്നും ഇടുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. അയ്യോ, 20 പവൻ്റെ മാലയാണെടി, അതിൻ്റെ ലോക്കറ്റ് എല്ലാം ഡയമണ്ടാ. അതിൻ്റെ വില എങ്ങനെയായാലും ഒരു 10 ലക്ഷം രൂപയുടെ മുകളിൽ വരും. എവിടെ പോയി എന്ന് അറിയത്തില്ലല്ലോടി. അമ്മയെ നല്ലോണം നോക്ക്. ഒന്നുമില്ലേലും ബോക്സിലുണ്ടാവും, അല്ലെങ്കിൽ അളമാരിയിലുണ്ടാവും. വേറെ എവിടെ പോകാനാ? ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കിയതാ. നീയും ഒന്ന് അന്വേഷിച്ച് നോക്ക്, ഇതിലെങ്ങാനും വെച്ചിട്ടുണ്ടോ? ഇല്ലടി. ഭാരതിയും എല്ലാം വാരി വലിച്ചിട്ട് നോക്കുകയാണ്. ഇവിടെ ഇല്ലല്ലോ അമ്മേ. അയ്യോ, അത് നല്ല ഭാഗ്യമുള്ള മാലയായിരുന്നു, എങ്ങനെ നഷ്ടപ്പെട്ടെന്നറിയില്ലല്ലോ. ആരതി അമ്മയോട് പറയാണ്, അയ്യോ, മുകളിലെങ്ങാനും നോക്കാം, വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ലടി, ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത്. അപ്പോഴാണ് സിദ്ധു വന്നത്. സിദ്ധു വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സാരിയൊക്കെ താഴെ കിടക്കുന്നു? അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? ആരതി പറയാണ്, അത് അമ്മയുടെ താമരപ്പൂവിൻ്റെ ലോക്കറ്റുള്ള ആ മാല കാണുന്നില്ല. എന്താ കാണുന്നില്ലെന്നോ? ആദ്യം അവിടെയൊക്കെ നന്നായിട്ട് നോക്ക്. സിദ്ധു അളമാരയൊക്കെ വലിച്ചു വാരിയിട്ട് നോക്കിയതാ, എവിടെയും കണ്ടില്ലടാ. സിദ്ധു ചോദിക്കുകയാണ്, മാല എപ്പോഴാണ് അവസാനമായിട്ട് കണ്ടത്? ജാനകി, ശരിക്കും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത് ഞാൻ കണ്ടിട്ട് ഒരു 6 മാസത്തിൽ കൂടുതലാവും. ആരതി അപ്പം പറയാണ്, അത്രയും മാസങ്ങൾക്ക് മുമ്പോ? അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, ആരതി, മുമ്പത്തെ പോലെ നീ എടുത്തില്ലല്ലോ അല്ലേ? അപ്പോൾ ആരതി, ഏട്ടാ, അന്ന് ഞാൻ അറിയാതെ എന്തോ ഒരു തെറ്റ് ചെയ്തു.
അതിന് പിന്നെയും എന്നെ തന്നെ സംശയിക്കണം എന്നുണ്ടോ? ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ എടുത്തിട്ടില്ല, പോരെ? ജാനകി: സിദ്ധു, എന്താ അമ്മേ? അച്ഛനെ പോയി വിളിച്ചിട്ടോ? ഒരുപക്ഷെ അദ്ദേഹം ആ മാല എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലോ? ശരി അമ്മേ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്ന് സിദ്ധു പറയാണ്, അമ്മേ, ആ ഏട്ടാ, താമരപ്പൂവിൻ്റെ ലോക്കറ്റുള്ള എൻ്റെ ഇരട്ട ചുറ്റുള്ള മാല കണ്ടായിരുന്നോ? വാസോപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ മാല ഇവൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ജ്യോതിക്കിട്ട് എടുത്തുകൊണ്ട് കൊടുത്തത്. പക്ഷേ അത് കാണാനില്ല എന്ന് ജാനകി കണ്ടുപിടിച്ചല്ലോ. ഇതിപ്പോൾ ഇനി എങ്ങനെ എന്ത് ചെയ്യും? അപ്പോഴേക്കും ജാനകി വീണ്ടും ചോദിക്കുകയാണ്, ഏട്ടനോടാ ചോദിച്ചേ, ഏട്ടനെങ്ങാനും ആ മാല എടുത്തായിരുന്നോ? അപ്പോൾ വാസു ദേഷ്യത്തോടെ പറയാണ്, ജാനകി, നിന്റെ മാല എന്തിനാ ഞാൻ എടുക്കുന്നത്? അളമാരയിൽ തന്നെ ഉണ്ടാവും, നന്നായി അന്വേഷിച്ച് നോക്ക്. ഞാൻ എല്ലായിടത്തും നോക്കിയതാ, മാല അളമാരിലും ഇല്ല, റൂമിലും ഇല്ല. ഉറപ്പായിട്ടും ആ മാല ആരോ എടുത്തതാ. വാസു അപ്പോൾ ആലോചിക്കുകയാണ്, കൃത്യമായിട്ടും കണ്ടുപിടിച്ചല്ലോ. ഇപ്പോൾ ആരുടെ മേലാ പഴിചാരുക? പുതുതായി ജോലിക്ക് വന്നതിപ്പോൾ കാർത്യാനി മാത്രമാണ്. അപ്പോൾ കാർത്യാനി തന്നെ പറയാം, മിണ്ടാതെ അവളുടെ മേൽ പരിചാരിക്കും. ജാനകി, എനിക്കെന്തോ ആ ജോലിക്കാരി കാർത്യാനിയാണോ എടുത്തതെന്ന് ഒരു സംശയം. അവൾക്ക് 3 പെൺകുട്ടികളാണ് എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ആ വരുമാനം കൊണ്ട് കുട്ടികളെ എങ്ങനെ ഒരു നിലയിൽ എത്തിക്കുമെന്ന് കരുതി അവൾ തന്നെയാവും ആ മാല എടുത്തത്. അപ്പോൾ സിദ്ധു പറയാണ്, അച്ഛാ, കാർത്യാനി അങ്ങനെയുള്ള ഒരാളല്ല. സിദ്ധു, നിനക്കെങ്ങനെ അവളെക്കുറിച്ചറിയാം? അവൾക്കല്ലാതെ മറ്റാർക്കും ഈ വീട്ടിൽ നിന്ന് മാല എടുക്കേണ്ട ഒരാവശ്യമില്ല. ഉറപ്പായും അവൾ തന്നെയായിരിക്കും ഈ മാല എടുത്തത്. ഇന്ന് അവളിങ്ങോട്ട് വരട്ടെ, അവളെ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ സത്യം പുറത്തു വരും. ജാനകി വിഷമത്തോടെ കരയാണ്. അപ്പോൾ ആരതി സമാധാനിപ്പിക്കുകയാണ്, അമ്മേ, മാല കിട്ടും, നമുക്ക് തേടിപ്പിടിക്കാന്നേ. അപ്പോൾ സിദ്ധുവും പറയാണ്, അമ്മ കരയാണോ? വാസു ആണെങ്കിൽ ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. അപ്പോഴവിടേക്ക് സിദ്ധു വരികയാണ് ചന്ദ്രികയുടെ വീട്ടിലേക്ക്. അപ്പോൾ ചന്ദ്രിക പറയണം, വരൂ സാർ, ചായ കുടിക്കൂ സാർ. വിഷമത്തോടെ ഇരുന്ന് ചായ കുടിക്കുന്ന സിദ്ധുവിനെ കണ്ട് ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ സാർ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ചന്ദ്രികയെ, അത് അമ്മയുടെ ഒരു മാല ഉണ്ടായിരുന്നു, ഒരു താമരപ്പൂവിൻ്റെ ലോക്കറ്റുള്ള ഇരട്ടച്ചുറ്റുള്ള ആ മാല കാണാനില്ല. നല്ല വില വരുന്ന മാലയാണ്. പക്ഷേ അളമാരയിലിരുന്ന മാല എങ്ങനെ കാണാതായി എന്നറിയില്ല. അപ്പോൾ ചന്ദ്രിക ശ്രദ്ധിക്കുകയാണ്, മനസ്സിൽ ആലോചിക്കുകയാണ്, സിദ്ധു സാർ പറഞ്ഞതുപോലൊരു മാല അന്ന് ജ്യോതിക ഇട്ടത് കണ്ടില്ലല്ലോ. ആ മാല വാസു അമ്മാവൻ ജാനകി അമ്മായി അറിയാതെ എടുത്തുകൊണ്ടുപോയി ജ്യോതികയ്ക്ക് കൊടുത്തു കാണും. അപ്പോൾ സിദ്ധു പറയാണ്, ചന്ദ്രികയെ, നീ എന്താ ആലോചിക്കുന്നേ? അല്ല സാർ, അളമാരയിൽ വെച്ചിരുന്ന മാല എങ്ങനെയാ കാണാതെ പോയത് എന്ന് ആലോചിക്കുകയായിരുന്നു. അത് തന്നെയാണ് അമ്മയും ചോദിക്കുന്നത്. അച്ഛനാണെങ്കിലോ ആ ജോലിക്കാരി കാർത്യാനിയില്ലേ, അവരെയാണ് സംശയിക്കുന്നത്. ചന്ദ്രിക സമയത്ത് ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, വാസു അമ്മാവൻ ആ മാലയെടുത്തിട്ട് ജ്യോതിക്ക് കൊണ്ടുപോയി കൊടുത്തു, എന്നിട്ട് കാർത്തിക ചേച്ചിയെ കുറ്റക്കാരിയാക്കാണോ? ഇത് എന്തൊരു അന്യായമാണ് സാർ. കാർത്യാനി ചേച്ചി ഇത് എടുത്തുകാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നില്ല ചന്ദ്രികയെ, അവരെടുക്കാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ എന്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? എന്തായാലും കാർത്യാനി ചേച്ചി വന്നതിന് ശേഷം അവരോട് ചോദിച്ചാൽ സത്യങ്ങൾ അറിയാം. എന്താ നടക്കാൻ പോകുന്നത് എന്നറിയില്ല. ശരി ചന്ദ്രികയെ, ഞാൻ ഇറങ്ങുന്നു. ഞാൻ ജ്യോതിയുടെ കഴുത്തിൽ കണ്ട മാലയും കാണാതായ മാലയും ഒന്ന് തന്നെയാണോ എന്ന് എങ്ങനെ ഇപ്പോൾ കണ്ടുപിടിക്കുക? ചന്ദ്രിക ആലോചിക്കുക. അത് കണ്ടുപിടിച്ചാൽ മാല ആരാ എടുത്തതെന്നുള്ള സത്യങ്ങൾ മനസ്സിലാവും. വാസുവും ജാനകിയും ആരതിയും ഒക്കെ കാർത്യാനിയെ വിളിച്ച് ചോദ്യം ചെയ്യാണ്. അപ്പോൾ വാസു ചോദിക്കുകയാണ്, കാർത്യാനി, നിനക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 3 പെൺമക്കളാ സാർ. എൻ്റെ ഭർത്താവിന് എന്താ ജോലി? പൂക്കച്ചവടം. ഈ വരുമാനം കൊണ്ട് കുടുംബം നോക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഇതുകൊണ്ട് നിന്റെ 3 പെൺമക്കളെയും എങ്ങനെയാണ് കരകയറ്റാൻ പോകുന്നത്? കാർത്യാനി അന്തം വിട്ടതുപോലെ നോക്കുകയാണ്. അപ്പോൾ വാസു പറയാണ്, നാളെ നിന്റെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരുപാട് ആഭരണങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണോ ഞങ്ങളുടെ വീട്ടിലെ ആഭരണത്തിൽ നീ കൈവച്ചത്? അപ്പോൾ ജാനകിയും വല്ലാതെ അവളെ നോക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, കാർത്യാനി, എന്താ മേഡം, സാറെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കും? അതോ ഞാൻ തന്നെ പറയാം, ജാനകിയുടെ താമരപ്പൂവിൻ്റെ ലോക്കറ്റ് ഇരട്ടച്ചിട്ടുള്ള മാല കാണാനില്ല. അത് മോഷ്ടിച്ച് എവിടെയാണ് നീ വെച്ചിരിക്കുന്നത്? എന്താ സാറി പറയുന്നേ? ദേഷ്യത്തോടെ പറയണം, മര്യാദയ്ക്ക് പറഞ്ഞോ. സാറേ, എന്തിനാ സാറേ ഇങ്ങനെ ചെയ്യാത്ത കുറ്റമൊക്കെ എൻ്റെ തലയിലിടുന്നത്? സാറ് പറഞ്ഞതുപോലെ ഞാനൊരു മാലയും എടുത്തിട്ടില്ല. ഞാനങ്ങനെ കള്ളത്തിനൊന്നും കാണിക്കില്ല സാർ. ജാനകി പറയാ, ദേ നോക്ക് കാർത്യാനി, ചിലപ്പോൾ നിനക്ക് ആഗ്രഹം കൊണ്ട് എടുത്തു പോയതായിരിക്കും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മാല നീ മര്യാദയ്ക്ക് തിരിച്ചു തന്നോ, അല്ലെങ്കിൽ പ്രശ്നം വേറെ രീതിയിലൊക്കെ ആവും. കാർത്യാനിക്ക് അറിഞ്ഞുകൊണ്ട് പറയാണ്, എന്താ മേഡം ഇത്? മേഡം തന്നെ ഇങ്ങനെയൊക്കെ പറയാവോ? കൃത്യമായിട്ടും പറയുക, നിങ്ങൾ പറയുന്ന ആ മാല ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലുമില്ല. ആ ചെയിന് ഞാൻ എടുത്തിട്ടില്ല മേഡം. വാസു അപ്പോൾ കളിയാക്കി ചിരിക്കുകയാണ്. മോഷണം നടത്തിയവർ അത് എന്തെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ?
ദേ നോക്ക് കാർത്യാനി, നീയായിട്ട് മാല തിരിച്ചു തന്നാൽ അത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ നീ ഒരുപാട് കഷ്ടപ്പെടും. കാർത്യാനി കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഭഗവാനെ തൊട്ട് പറയുക, ഞാൻ ഒരു മാലയും എടുത്തിട്ടില്ല, എന്നെ വിശ്വസിക്കണം. ജാനകി ഇവളോട് ഇങ്ങനെയൊന്നും ചോദിച്ചാൽ സത്യം പറയില്ല. നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. അവൾ പറയാണ്, അയ്യോ ഭഗവാനെ, ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും പോരാത്തത് കൊണ്ടാണോ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഏയ് നിർത്ത്, നിന്റെ അഭിനയമൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നീ എടുത്ത മാല തിരികെ കൊണ്ടുതരണം. ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെ ആയിരിക്കും. പോലീസിൻ്റെ തല്ല് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഞാൻ എടുത്തിട്ടില്ല സാർ, ഞാൻ എടുത്തിട്ടില്ല. അവളിങ്ങനെ പറയാണ്, മര്യാദയ്ക്ക് ആ മാല നീ തിരിച്ചു കൊണ്ടുവന്നേക്ക്, ഇല്ലെങ്കിൽ നീ ജയിലിൽ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഭാരതി പറയാണ്, അച്ഛാ. അപ്പോൾ കാർത്യാനി പറയാണ്, സാറേ ഞാൻ എടുത്തിട്ടില്ല. മേഡമെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും സാറിനോട്. ഞാൻ ആ മാല എടുത്തിട്ടില്ല മേഡം. ഞാൻ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവളാ. എന്നാലും മറ്റുള്ളവരുടെ സാധനങ്ങൾ ആഗ്രഹിക്കുന്നവളല്ല ഞാൻ. ഈ മുതലക്കണ്ണീരൊഴുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ വേണ്ട. മര്യാദയ്ക്ക് ആ മാല തിരിച്ചു കൊണ്ടു തന്നേക്ക്, ഇല്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരിക്കും. കാർത്യാനി വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ആരതിയും ജാനകിയും ഒരു വിഷമത്തോടെ നോക്കുകയാണ് അവളെ. കാർത്യാനി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കണ്ട് അലക്കി ആറിയിടുന്ന ചന്ദ്രിക നോക്കുകയാണ്. ചന്ദ്രിക പിന്നെ വിളിക്കുകയാണ്, കാർത്യാനി ചേച്ചി. എന്താ ചേച്ചി, എന്തിനാ ഇങ്ങനെ കരഞ്ഞിട്ട് പോകുന്നത്? അതൊക്കെ എന്തിനാ ചന്ദ്രിക ഞാൻ നിന്നോട് പറയുന്നത്? 4 വീട്ടിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നത്. ഈ വീട്ടിൽ ജോലിക്ക് ചേർന്നിട്ട് 2 ദിവസം പോലും ആയില്ല. അതിനുള്ളിൽ എൻ്റെ മേൽ ഇല്ലാത്ത കുറ്റം ചുമത്തി. എന്താ ചേച്ചി സംഭവിച്ചത്? കാര്യം പറയും. ജാനകി മേഡത്തിൻ്റെ സ്വർണ്ണമാല കാണാനില്ല, അത് ഞാനാ എടുത്തത് എന്ന് പറയുന്നു. സാർ കുറ്റം ചെയ്യാത്ത എൻ്റെ മേൽ അത് പഴിചാരുകയാണ്. ഞാനത് എടുത്തിട്ടില്ലെന്ന് എത്ര തവണ പറഞ്ഞു നോക്കി, പക്ഷേ അവരെന്നെ വിശ്വസിച്ചതേയില്ല. ആ മാല ഞാനാണ് എടുത്തതെന്ന് വിശ്വസിച്ച് ഉറപ്പിച്ച് പറയണവർ. വെറുതെ കരയല്ലേ ചേച്ചി. എങ്ങനെയാ ചന്ദ്രിക കരയാതിരിക്കുന്നത്? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ആ മാല കൊണ്ടുവന്ന് കൊടുക്കണമെന്ന്, ഇല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് വാസു സാർ എന്നെ ഭീഷണിപ്പെടുത്തുക. പോലീസ് എന്നെ പിടിച്ചുകൊണ്ട് പോയാൽ എൻ്റെ കുട്ടികളെയൊക്കെ ആരാ നോക്കുന്നേ? നീ തന്നെ പറയൂ ചന്ദ്രികെ. പക്ഷേ ഈ വാസു അമ്മാവൻ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ പെരുമാറുന്നല്ലോ. ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ചന്ദ്രിക. ചിന്തിക്കുക, ജ്യോതിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കാണാതായ മാലയും ഒന്നു തന്നെയാണോ എന്ന് കണ്ടുപിടിക്കണം. എന്നാലേ കാർത്യാനി ചേച്ചിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. കാർത്യാനി കരഞ്ഞുകൊണ്ട് ചന്ദ്രികയോട് പറയാണ്, ചെയ്യാത്ത കുറ്റത്തിന് എൻ്റെ മേൽ ഇങ്ങനെ കുറ്റം ചുമത്തിയാൽ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? എനിക്കറിയില്ല ചന്ദ്രികെ. കാർത്യാനി ചേച്ചി, ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട. തെറ്റ് ചെയ്തവരാണ് അനുഭവിക്കേണ്ടത്. ചേച്ചി തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല ചേച്ചി, ദൈവം ചേച്ചിയെ കൈവിടില്ല. ഇനി എന്തൊക്കെ ഞാൻ അനുഭവിക്കണം എന്നാണോ ആ ഭഗവാൻ എൻ്റെ തലയിൽ എഴുതിയത്? അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാർത്തിക അവിടെ നിന്നും പോയി. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ചന്ദ്രിക അവിടെ നിന്ന് ഓരോന്നും ആലോചിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് വാസു ആരെയോ വിളിച്ചിട്ട് പറയണം, ശരി ഞാൻ പിന്നെ വിളിക്കാം, ഫോൺ വെച്ചോ. അപ്പോൾ വാസു തിരിയുന്ന സമയത്ത് ചന്ദ്രികയുണ്ട് വേക്കിൽ. അപ്പോൾ വാസു, ആരാണ് ഫോണിൽ? ജ്യോതിയാ? ഞാൻ ആരോട് സംസാരിച്ചാലും നിനക്കെന്താ ചന്ദ്രികെ? എന്തിനാ വന്നേ എന്ന് പറ. ജാനകി അമ്മയുടെ മാല കാണാനില്ലെന്ന് കേട്ടു. ആ മാല നീ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? കണ്ടല്ലോ, മറ്റൊരാൾ അത് കഴുത്തിൽ ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടു. ആരാ? വേം പറ, ആരാണെന്ന് പറ. അയാളെ ഇപ്പൊ തന്നെ പോലീസിൽ പിടിച്ചു കൊടുത്ത്. ചന്ദ്രിക, അങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം ഞാൻ കണ്ടത് അമ്മാവന് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കഴുത്തിലാണ്. അത് കേട്ട് വാസു ഒന്ന് ഞെട്ടി. ചന്ദ്രിക ആണെങ്കിൽ വാസുവിനെ തന്നെ നോക്കുകയാണ്. വാസു ആണെങ്കിലോ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.